പ്രവാസ ലോകത്തെ വാർത്തകൾ. അബുദാബിയിൽ വൻകിട പദ്ധതികൾ പുരോഗമിക്കുന്നു. അബുദാബി സ്പിയർ 2029 പൂർത്തിയാകും. ടൂറിസം മേഖല റെക്കോർഡ് വളർച്ച രേഖപ്പെടുത്തി. വിനോദ വ്യവസായ ടൂറിസം രംഗത്ത് കുതിപ്പുമായി അബുദാബി. സാദിയാത്ത് കൾച്ചറൽ ഡിസ്ട്രിക്ട്, ഗുഗൻഹീം അബുദാബി, യാസ് ഐലൻഡിലെ അബുദാബി സ്പിയർ, ഡിസ്നി എന്റർടൈൻമെന്റ് റിസോർട്ട് തുടങ്ങിയ അഭിമാനകരമായ പദ്ധതികൾ അബുദാബിയുടെ മുഖച്ഛായ മാറ്റും. യാസ് ഐലൻഡിൽ നിർമ്മിക്കുന്ന അബുദാബി സ്പിയർ പദ്ധതി 2029 പൂർത്തിയാകും. വിനോദ സാംസ്കാരിക രംഗത്ത് പുത്തൻ അനുഭവങ്ങളാകും ഇത് സമ്മാനിക്കുക. അതിവിശാലമായ ഗോളാകൃതിയിലുള്ള ഡിസ്പ്ലേയിൽ പ്രാദേശിക രാജ്യാന്തര കലാകാരന്മാരുടെ സൃഷ്ടികൾ തെളിയും. രാജ്യാന്തര തലത്തിലുള്ള സാംസ്കാരിക മാമാങ്കങ്ങൾക്കും കലാകാരന്മാരുടെ ക്യാമ്പുകൾക്കും ഇത് വേദിയാകും. 2029 വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് IMF വാർഷിക യോഗങ്ങൾക്ക് അബുദാബി വേദിയാകും. രാജ്യത്തെ ടൂറിസം മേഖല റെക്കോർഡ് വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 2025 മാത്രം 2.66 കോടി സന്ദർശകരാണ് അബുദാബിയിലെത്തിയത്. പ്രമുഖ രാജ്യാന്തര വിപണികളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ 10% വർധനയുണ്ടായി. ഹോട്ടൽ വരുമാനം 910 കോടി ദിർഹം രേഖപ്പെടുത്തി. അല്ലൈൻ, അൽദഫ്ര മേഖലകളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള തന്ത്രപ്രധാന പദ്ധതികളും പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. GCC റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. 2030 പദ്ധതി യാഥാർത്ഥ്യമാകും. ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന GCC റെയിൽവേ പദ്ധതി 2030 പൂർത്തിയാക്കി ട്രെയിൻ ഗതാഗതം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. കുവൈറ്റിൽ നിന്ന് ആരംഭിച്ച് സൗദി, ബഹ്റൈൻ, ഖത്തർ, UAE രാജ്യങ്ങളിലൂടെ കടന്നുപോയി ഒമാനിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആകെ 2177 കിലോമീറ്റർ നീളത്തിലാണ് ഈ റെയിൽവേ ശൃംഖല നിർമ്മിക്കുക. കുവൈറ്റിൽ നിന്ന് സൗദിയിലെ ദമാമിലേക്കും അവിടെ നിന്ന് പുതിയ കടൽപ്പാലം വഴി ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലേക്കും പാത നീളും. ദമാമിൽ നിന്ന് സൽവ അതിർത്തി വഴി ഖത്തർ തലസ്ഥാനമായ ദോഹയുമായും റെയിൽവേ ബന്ധിപ്പിക്കും. തുടർന്ന് സൗദിയിൽ നിന്ന് UAEയിലെ അബുദാബി അലൈൻ വഴി ഒമാനിലെ സൊഹാറിലൂടെ തലസ്ഥാനമായ മസ്കറ്റിലെത്തി അവസാനിക്കുന്ന രീതിയിലാണ് ഇതിന്റെ റൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പദ്ധതിക്കായി ഏകദേശം $250 ബില്യൺ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനത്താവളങ്ങളിലെ നീണ്ട കാത്തിരിപ്പും തിരക്കുകളും ഒഴിവാക്കി കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് കരമാർഗം യാത്ര ചെയ്യാമെന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിൽ ഒരാഴ്ചക്കിടെ 12,600 പ്രവാസികളെ നാടുകടത്തി. നിയമലംഘകരെ സഹായിക്കുന്നവർക്കും ശിക്ഷ ലഭിക്കും. സൗദി അറേബ്യയിൽ ഇഖാമ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന ആഭ്യന്തര മന്ത്രാലയം ശക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 12,600 പേരെ സ്വദേശത്തേക്ക് നാടുകടത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 14,154 നിയമലംഘകരാണ് സുരക്ഷാസേനയുടെ പിടിയിലായത്. ജൂലൈ 23 മുതൽ 29 വരെയുള്ള കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടത്. 7,103 പേർ അതിർത്തി നിയമലംഘനത്തിനും 3,654 പേർ തൊഴിൽ നിയമലംഘനത്തിനും പിടിയിലായി. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 1,418 പേരാണ് അതിർത്തി സുരക്ഷാ സേനയുടെ പിടിയിലായത്. ഇവരിൽ 54% പേർ യമനികളും 45% പേർ ഇത്യോപ്യക്കാരുമാണ്. ബാക്കി 1% പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അനധികൃതമായി ആളുകളെ രാജ്യത്തെത്തിക്കാനോ അവർക്ക് താമസ സൗകര്യമോ മറ്റ് സഹായങ്ങളോ നൽകാനോ മുതിരുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.